വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ ധർണ നടത്തി. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ചന്ദ്രശേഖർ ധർണ ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങളിൽ മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘിന്റെ തീരുമാനം. ഇടതു സർക്കാരിന്റെ ഭരണത്തിനു കീഴിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ ധർണ നടത്തിയത്. തടഞ്ഞുവച്ചിരിക്കുന്ന DA ലീവ് സറണ്ടർ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങി 15ഓളം ആവശ്യങ്ങളിൽ മേലാണ് BMS നടപടി ആവശ്യപ്പെട്ടത്. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ചന്ദ്രശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചില സമര പ്രകസനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചുമലക്കൊടിയുമായി ഇപ്പോൾ സമരം ചെയ്തില്ലേ? ആളുകൾ വിചാരിച്ചാൽ ഈ വാട്ടർ അതോറിറ്റിയിലെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത്? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ജനങ്ങൾ സംതൃപ്തരായാൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കില്ല. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആവശ്യങ്ങളിന്മേൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി P. പ്രദീപ് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് ഇത് തരാമെന്നാണ് പറയുന്നത്. എന്നാണ് മെച്ചപ്പെടുത്താൻ കഴിയുക? ഇന്ന് PR വർക്കുകൾക്കും മറ്റ് ദൂർത്തുകൾക്കും സ്വജനപക്ഷപാത അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. KWAES സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VT രാജീവ്, BMS തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനന്ദ് GV, ജില്ലാ പ്രസിഡന്റ് T. രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.